ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പൂരിക്കൊപ്പം കഴിക്കുന്ന കിടിലൻ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കുക്കറിലേക്ക് 2 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് ഇതേപോലെ പീസാക്കിയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള നിങ്ങൾക്ക് ചെറുതായിട്ട് അരിയാം അല്ലെങ്കിൽ നീളത്തിൽ അരിയാം. ഞാൻ നടുവേ മുറിച്ചിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3-4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് വെള്ളം ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു 3 വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കുക. 3 വിസിൽ കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വിസിലെല്ലാം തന്നെ പോയി കഴിയുമ്പോൾ ഇതെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതെല്ലാം തന്നെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറുതായൊക്കെ ഒന്ന് ഉരുളൻകിഴങ്ങൊന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നാൽ എല്ലാതും ഉടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ നന്നായി ചൂടാവുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഇതിനുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി വരുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ ചെറുതായി ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 2-3 വറ്റൽമുളക് നടുവേ കീറിയിട്ടിട്ട് കൊടുക്കാം. വറ്റൽമുളകൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക. ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ള പൂരിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പൂരിയുടെ കൂടെ മാത്രമല്ല കേട്ടോ, അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നന്നായി പൊന്തി വരുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയുടെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.